നമസ്കാരം. റിവറ്റിങ്ങിനുള്ള ഡ്രില്ലിങ്ങിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ചെയ്യാനാകും. ലാപ്പ് ആൻഡ് ബട്ട് റിവറ്റ് ജോയിന്റിൽ ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് ഡ്രിൽ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തുക. ഷീറ്റ് മെറ്റലിന്റെ ക്ലാമ്പിംഗും പഞ്ചിങ്ങും നടത്തുക. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരം ഡ്രില്ലിംഗ് നടത്തുക. ആദ്യം ഒരു റിവറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. രണ്ടോ അതിലധികമോ മെറ്റൽ ഷീറ്റുകൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു സ്ഥിരമായ മെക്കാനിക്കൽ ഫാസനറാണ് റിവറ്റ്. അടുത്തതായി ഡ്രില്ലിംഗ് എന്താണെന്ന് നോക്കാം. കരവസ്തുക്കളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നടത്തുന്ന ദ്വാരമുണ്ടാക്കുന്ന ലോഹം മുറിക്കുന്ന പ്രക്രിയയാണ് ഡ്രില്ലിംഗ്. റിവറ്റിംഗിന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വുഡൻ മാലറ്റ്, സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, സ്ട്രെയിറ്റ് സ്നിപ്പ്, സ്ക്രൈബർ, സി ക്ലാമ്പ്, സെന്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ, ഡ്രിൽ ബിറ്റ്, പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, ചക്ക് കീ. ഡ്രോയിംഗ് അനുസരിച്ച് ലാപ്പ് റിവറ്റിംഗിനുള്ള ഷീറ്റ് മെറ്റൽ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം ഇപ്പോൾ പഠിക്കാം. 1.2 മില്ലിമീറ്റർ കട്ടിയുള്ള GI ഷീറ്റ് എന്നും അറിയപ്പെടുന്ന ഗാൽവനൈസ്ഡ് ഇരുമ്പ് ഷീറ്റ് തിരഞ്ഞെടുക്കുക. വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഡ്രസ്സിംഗ് പ്ലേറ്റിനു മുകളിൽ വെച്ച് ഷീറ്റ് ഫ്ലാറ്റൻ ചെയ്യുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ആവശ്യമായ 48 മില്ലിമീറ്റർ ഇൻറ്റു 50 മില്ലിമീറ്റർ അളവ് മാർക്ക് ചെയ്യുക. 48 മില്ലിമീറ്റർ ഇൻറ്റു 50 മില്ലിമീറ്റർ വലിപ്പമുള്ള രണ്ട് ഷീറ്റ് മെറ്റൽ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ബന്ധിപ്പിക്കേണ്ട ഷീറ്റ് മെറ്റലിന്റെ അരികുകൾ ഫ്ലാറ്റ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ബറുകളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ലാപ്പ് ജോയിന്റുകൾക്കായി റിവറ്റ് ദ്വാരങ്ങൾക്കായി ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് പഠിക്കാം. ജോയിൻ ചെയ്യേണ്ട ഷീറ്റിന്റെ കനം T അനുസൃതമായി റിവറ്റിന്റെ വ്യാസം D കണക്കാക്കുക. റിവറ്റിന്റെ വ്യാസം D ഈക്വൽസ് ടു 2.5 ഇൻറ്റു T. ഷീറ്റിന്റെ T കനം 1.2 മില്ലിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഈക്വൽസ് ടു 2.5 ഇൻറ്റു 1.2 മില്ലിമീറ്റർ ഈക്വൽസ് ടു 3 മില്ലിമീറ്റർ. റിവറ്റ് ദ്വാരത്തിന്റെ വ്യാസത്തിന് 0.2 മില്ലിമീറ്റർ അലവൻസ് നൽകാം. കൂടാതെ 5 റിവറ്റ് ദ്വാരങ്ങൾ കൂടി ഡ്രിൽ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഡ്രിൽ ചെയ്യേണ്ട ദ്വാരത്തിന്റെ ആകെ വ്യാസം 3.2 മില്ലിമീറ്റർ ആണ്. ഒരു സ്ക്രൈബറും ട്രൈ സ്ക്വയറും ഉപയോഗിച്ച് ഫേസ് എയിലേക്ക് ഫേസ് സിയിൽ നിന്ന് 6 മില്ലിമീറ്റർ ലൈൻ മാർക്ക് ചെയ്യുക. ഫേസ് ബിയിൽ നിന്ന് 6 മില്ലിമീറ്റർ ഉള്ള റിവറ്റ് ലൈൻ ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. ഫേസ് ബിയിൽ നിന്നുള്ള റിവറ്റ് ലൈൻ ദൂരം ഈക്വൽസ് വ്യാസം അഥവാ D ഇൻറ്റു 2 ഈക്വൽസ് ടു 3 into 2 equals 6 millimeter.
ഒരു സ്ക്രൈബറും ട്രൈ സ്ക്വയറും ഉപയോഗിച്ച് യഥാക്രമം ഫേസ് ബി, ഡി എന്നിവയിൽ നിന്ന് 6 മില്ലിമീറ്ററിന്റെ 2 ലൈനുകൾ ഫേസ് എയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഫേസ് ബി, ഫേസ് ഡി എന്നിവയിൽ നിന്നുള്ള പ്രാരംഭ റിവറ്റ് ദ്വാരത്തിന്റെ ദൂരം ഈക്വൽസ് വ്യാസം അഥവാ ഡി ഇൻറ്റു 2 ഈക്വൽസ് 3 ഇൻറ്റു 2 ഈക്വൽസ് 6 മില്ലിമീറ്റർ. രണ്ട് റിവറ്റുകൾ തമ്മിലുള്ള ദൂരം പിച്ച് എന്നറിയപ്പെടുന്നു. ഇതിനെ ഇങ്ങനെ കണക്കാക്കാം. പിച്ച് ഈക്വൽസ് 3 ഇൻറ്റു റിവറ്റ് വ്യാസം അഥവാ ഡി. റിവറ്റ് വ്യാസം ഈക്വൽസ് 3 മില്ലിമീറ്റർ എന്ന് നമുക്കറിയാം. അതിനാൽ പിച്ച് ഈക്വൽസ് 3 ഇൻറ്റു 3 mm ഈക്വൽസ് 9 mm. ഡ്രോയിംഗ് അനുസരിച്ച് 5 റിവറ്റ് ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്യുന്നതിന് ഷീറ്റിന്റെ ഉയരം ഇതാണ്. 2D പ്ലസ് 3D പ്ലസ് 3D പ്ലസ് 3D പ്ലസ് 3D പ്ലസ് 2D ഈക്വൽസ് 6 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 6 ഈക്വൽസ് 48 mm. ഷീറ്റിന്റെ അരികിൽ നിന്ന് ഓവർലാപ്പിന്റെ വരയിലേക്കുള്ള ദൂരം റിവറ്റിന്റെ വ്യാസത്തിന്റെ 4 മടങ്ങ് ആണ്. അത് 4 ഇൻറ്റു 3 മില്ലിമീറ്റർ ഈക്വൽസ് 12 മില്ലിമീറ്റർ ആണ്. ലാബ് ജോയിന്റിനുള്ള ലേഔട്ട് ലഭിക്കാൻ മറ്റൊരു ഷീറ്റിൽ മുമ്പ് ഉപയോഗിച്ച നടപടിക്രമം പിന്തുടരുക. ഒരു സ്ക്രൈബറും ട്രൈ സ്ക്വയറും ഉപയോഗിച്ച് ലാബ് ജോയിന്റിനായി തയ്യാറാക്കിയ ലേഔട്ട് അനുസരിച്ച് ഷീറ്റുകളിൽ തുളയ്ക്കേണ്ട ദ്വാരങ്ങൾക്കായി മാർക്ക് ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് ബട്ട് ജോയിന്റ് റിവറ്റിംഗിനുള്ള ഷീറ്റ് മെറ്റൽ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം ഇപ്പോൾ പഠിക്കാം. .2 മില്ലിമീറ്റർ കട്ടിയുള്ള GI ഷീറ്റ് എന്നും അറിയപ്പെടുന്ന ഗാൽവനൈസ്ഡ് ഇരുമ്പ് ഷീറ്റ് തിരഞ്ഞെടുക്കുക. വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഡ്രസ്സിംഗ് പ്ലേറ്റിന് മുകളിൽ വെച്ച് ഷീറ്റ് ഫ്ലാറ്റൻ ചെയ്യുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ആവശ്യമായ 48 mm ഇൻറ്റു 50 mm അളവ് മാർക്ക് ചെയ്യുക. mm ഇൻറ്റു 50 mm വലിപ്പമുള്ള 2 ഷീറ്റ് മെറ്റൽ കഷണങ്ങൾ കട്ട് ചെയ്തെടുക്കുക. സ്ട്രാപ്പിന് ആവശ്യമായ 48 mm ഇൻറ്റു 24 mm അളവ് സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഷീറ്റ് മെറ്റൽ 48 mm ഇൻറ്റു 24 mm വലുപ്പത്തിൽ കട്ട് ചെയ്യുക. ബന്ധിപ്പിക്കേണ്ട ഷീറ്റ് മെറ്റലിന്റെ അരികുകൾ ഫ്ലാറ്റ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ബറുകളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ബട്ട് ജോയിന്റുകൾക്കുള്ള റിവറ്റ് ഹോളുകൾക്കായി ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് പഠിക്കാം. ബട്ട് ജോയിന്റുകൾക്കുള്ള ഷീറ്റുകളിലെ റിവറ്റുകളുടെ ലേഔട്ട് സ്പേസിംഗ് കണക്ക് കൂട്ടലുകൾ മുമ്പ് ചർച്ച ചെയ്ത ലാബ് സന്ധികളുടേതിന് സമാനമാണ്. തയ്യാറാക്കിയ ലേഔട്ട് സ്പേസിംഗ് അനുസരിച്ച് 48 mm ഇൻറ്റു 50 mm 2 ഷീറ്റുകളും അടയാളപ്പെടുത്തുക. ബട്ട് ജോയിന്റിൽ ഘടകങ്ങളുടെ അരികുകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ സ്ട്രാപ്പ് എന്ന പ്രത്യേക ലോഹം ഉപയോഗിക്കുന്നു.
ജോയിൻ ചെയ്യേണ്ട മെറ്റൽ ഷീറ്റുകളുടെ ഒരു വശത്ത് സ്ട്രാപ്പ് നൽകിയാൽ അതിനെ സിംഗിൾ സ്ട്രാപ്പ് എന്നും യോജിപ്പിക്കേണ്ട മെറ്റൽ ഷീറ്റുകളുടെ ഇരുവശത്തും നൽകിയാൽ ഡബിൾ സ്ട്രാപ്പ് എന്നും പറയും. സ്ട്രാപ്പിന്റെ ഉയരം ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. 2d പ്ലസ് 3d പ്ലസ് 3d പ്ലസ് 3d പ്ലസ് 3d പ്ലസ് 2d ഈക്വൽസ് 6 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 6 ഈക്വൽസ് 48 mm. ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 6 mm, 15 mm, 24 mm, 33 mm, 42 mm അകലങ്ങളിൽ ഫേസ് എയിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. സ്ട്രാപ്പിന്റെ വീതി ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. 4d പ്ലസ് 4d ഈക്വൽസ് 8d. റിവറ്റിന്റെ വ്യാസം d ഈക്വൽസ് 3 mm ആണെന്ന് നമുക്കറിയാം. അതായത് 8 into 3 ഈക്വൽസ് 24 mm. ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 6 mm, 12 mm, 18 mm അകലങ്ങളിൽ ഫേസ് എയിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഒരു സ്ക്രൈബറും ട്രൈ സ്ക്വയറും ഉപയോഗിച്ച് ബഡ് ജോയിന്റിനായി തയ്യാറാക്കിയ ലേഔട്ട് അനുസരിച്ച് ഷീറ്റുകളിൽ ഡ്രിൽ ദ്വാരങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാമ്പിംഗും സെന്റർ പഞ്ച് ഉപയോഗിച്ച് ഷീറ്റ് മെറ്റൽ പഞ്ചിങ്ങും ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാം. ചലനമോ വേർപിരിയലോ തടയുന്നതിന് ഒബ്ജക്റ്റുകൾ ചേർത്ത് പിടിക്കാനോ സുരക്ഷിതമാക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഫാസ്റ്റനിംഗ് ഉപകരണമാണ് ക്ലാമ്പ്. ഒരു വുഡ് അല്ലെങ്കിൽ ലോഹ വർക്ക് പീസ് പിടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തരം ക്ലാമ്പിംഗ് ഉപകരണമാണ് സി-ക്ലാമ്പ്. സി-ക്ലാമ്പ് ഉപയോഗിച്ച് മെറ്റൽ ഷീറ്റ് വർക്ക് ബെഞ്ചിലേക്ക് ഹോൾഡ് ചെയ്യുക. ഒരു സെന്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഷീറ്റുകളിൽ അടയാളപ്പെടുത്തിയ ഹോൾ സെന്ററുകളിൽ പഞ്ച് ചെയ്യുക. അടുത്തതായി പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ചക്ക് കീ ഉപയോഗിച്ച് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് 3.2 mm വ്യാസമുള്ള ട്വിസ്റ്റ് ഡ്രിൽ ഘടിപ്പിക്കുക. പഞ്ച് മാർക്ക് അനുസരിച്ച് ഷീറ്റുകളിൽ ദ്വാരം ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചെയ്ത ദ്വാരത്തിൽ കൂടിയ വലുപ്പത്തിലുള്ള ഡ്രിൽ ഉപയോഗിച്ച് കൈകൊണ്ട് തിരിക്കുന്നതിലൂടെ ഡീബർ ചെയ്യുക. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. ലാപ്പ് ആൻഡ് ബട്ട് റിവറ്റ് ജോയിന്റിന് ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് ഡ്രിൽ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തുക. ഷീറ്റ് മെറ്റലിന്റെ ക്ലാമ്പിംഗും പഞ്ചിങ്ങും നടത്തുക. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരം ഡ്രില്ലിംഗ് നടത്തുക. അപ്പോൾ ഇതൊക്കെയാണ് റിവറ്റിംഗിനായുള്ള ഡ്രില്ലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.